സ്വാഗതം. ഇത് അമൃത വിശ്വവിദ്യാപീഠം പ്രസൻസ് IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 co-powered by KSFE. ഇന്ന് നടക്കാൻ പോകുന്നത് ജൂനിയർ വിഭാഗത്തിലെ സെമി ഫൈനൽ മത്സരങ്ങളാണ്. എക്സൈറ്റഡ് റൈറ്റ്? നമുക്ക് എന്തായാലും നമ്മുടെ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാം. ലെറ്റ് മീ ഫസ്റ്റ് വെൽക്കം Team A from Bhavans Girinagar, Ernakulam. Team B is St. Thomas EMHSS Attapallam, Idukki. Moving on to our third team, and that is Emmanuel's HSS Kodanallur, Kottayam. നമ്മുടെ നാലാമത്തെ ടീം, that is Team D, and they are from the land of Wayanad. Let's welcome GHSS Perikallur. ടീം തുടങ്ങാം. യെസ് പ്ലീസ്. എൻ്റെ പേര് കിരൺ തോമസ് ടൈസൺ. ഞാൻ 11ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗർ, കൊച്ചി. എൻ്റെ പേര് നകുൽ AR, 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗർ. ടീം ബി. ഞാൻ മഹാലക്ഷ്മി ജി, ഇടുക്കി ജില്ലയിലെ സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ അഭിരാമി TR, ഇടുക്കി ജില്ലയിലെ സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. ടീം സി. എൻ്റെ പേര് കാർത്തിക് P, ഞാൻ ഇമ്മാനുവൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ശരൺ കെന്നഡി, ഞാനും ഇമ്മാനുവൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ടീം ഡി. എൻ്റെ പേര് ആസിം ഇഷാനയസ്, ഞാൻ GHS പെരിക്കല്ലൂർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി. അൻസഫ് മനയസ്, GHSS പെരിക്കല്ലൂർ +1. കഴിഞ്ഞ 20 വർഷമായി ക്വിസിംഗ് എന്ന ഗെയിമിലെ ലോക ചാമ്പ്യനെ കണ്ടെത്തുന്ന ലോക ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്ന ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷന്റെ ഇന്ത്യ ആൻഡ് GCC ഹെഡ്. ലെറ്റ്സ് വെൽക്കം കേരളത്തിന്റെ ക്വിസ് മാൻ സ്നേഹജ് ശ്രീനിവാസ്. ഫസ്റ്റ് റൗണ്ട് is turbo charge round. ഒറ്റ ചോദ്യം മാത്രമാണ് ഒരു ടീമിന് ഡബിൾ ചെയ്യാൻ സാധിക്കുക. ബസർ പ്രസ് ചെയ്ത് പറയുന്ന ഉത്തരം നിങ്ങൾ എക്സ്പ്ലനേറ്ററി ആയി കഴിഞ്ഞാൽ അത് ശരിയാണെങ്കിൽ പോലും മൈനസ് ആണ് വരിക. 1 വേർഡ് ആൻസേഴ്സ് മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എന്നാലും പല ടീമുകളും അത് വിശദീകരിക്കുന്നത് കണ്ടു. ക്വസ്റ്റ്യൻ നമ്പർ 1. 3 ചിത്രങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. 3 ചിത്രങ്ങളും തമ്മിലുള്ള കണക്ഷനായി ഏത് വാക്ക് ഉപയോഗിക്കാം? ബസർ പ്രസ് ചെയ്യുന്നു. എറണാകുളം ഡിസ്ട്രിക്ട്. വാട്ട് വേർഡ്? ഡബ്ലിംഗ്. ഡബ്ലിംഗ് വിത്ത് കോൺഫിഡൻസ്. ഓബലിസ്ക്. ഓബലിസ്ക്. എങ്ങനെയാണ് ഈ 3 ചിത്രങ്ങളും ഓബലിസ്ക് എന്ന വാക്കിലേക്ക് എത്തിക്കാൻ സാധിക്കുക? ആസ്ട്രിക്സ് ആൻഡ് ഒബ്ലിക്സിലെ ക്യാരക്ടർ ഒബ്ലിക്സ്, പിന്നെ അങ്ങനെ ഒരു മോണോലിത്തിനെ വിളിക്കുന്നത് ഒബ്ലിക്സ് എന്നാണ്. ഒബ്ലിക്സ് എന്നല്ല, ഒബലിസ്ക് എന്നാണ്. ഒബലിസ്ക്. ഡിവിഷൻ സിമ്പിളിനെ പറയുന്ന പേരെന്താണ്? ഓബുലസ് എന്നാണ് പറയുന്നത്. അതിന്റെ പേര്, ആ സിമ്പിളിനൊരു പേരുണ്ട്, ഓബുലസ് എന്നാണ്. റൈറ്റ് ആൻസർ. വെൽ ഡൺ ടീം എ. ടീം എറണാകുളം 200 പോയിന്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 2. MSSRF എന്ന് പറഞ്ഞാൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ആണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ലോഗോ ആണ് നിങ്ങൾ അവിടെ കാണുന്നത്. മൂന്നാമത് കാണുന്നത് കൃഷി എന്ന വിഷയത്തിൽ മലയാളത്തിൽ ലഭ്യമായ ഏറ്റവും പ്രാചീനമായ പുസ്തകം, അല്ലെങ്കിൽ ഏറ്റവും പഴയ പുസ്തകം, കൃഷിയെക്കുറിച്ച് പരാമർശിക്കുന്ന കൃഷിഗീത. ഇത് ആര് രചിച്ചു എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ഇതിൽ പരാമർശിക്കുന്ന ഒരു വെറൈറ്റി ഓഫ് റൈസ്, ഒരു ഇനം നെല്ല്, ഇതാണ് നിങ്ങൾ കണ്ടെത്തേണ്ട ഉത്തരം. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് നെല്ലിനങ്ങളെ, നെൽവിത്തുകളെ സംരക്ഷിക്കുന്ന ചെറുവയൽ രാമൻ, അദ്ദേഹം സംരക്ഷിക്കുന്ന നെല്ലിനങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഇതും. 6 മാസത്തോളം മൂപ്പ് വരുന്ന ഒരു ഇനമാണിത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിന് ചന്ദനത്തിൻ്റെ ഗന്ധമാണ്. മാത്രമല്ല 160 ദിവസത്തെ വളർച്ചകാലവും സാധാരണ ഇനങ്ങളെ അപേക്ഷിച്ച് 4 അടി വരെ ഉയരം കൂടുതലാണ് എന്നുള്ളതും പ്രത്യേകതകളാണ്. നൂൽപ്പുഴ, കണിയാമ്പറ്റ തുടങ്ങിയ വയനാടിന്റെ പല ഭാഗങ്ങളിലും ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഏതാണ് ഈ നെല്ലിനം? ഗന്ധകശാല. ഗന്ധകശാല. റൈറ്റ് ആൻസർ. 100. ക്വസ്റ്റ്യൻ നമ്പർ 3. ഗിവ് മീ ലിബർട്ടി ഓർ ഗിവ് മീ ഡെത്ത്. പാട്രിക് ഹെൻറിയുടെ പ്രശസ്തമായ കോട്ടാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലത്തുള്ള വിർജീനിയയിലെ പാട്രിക് ഹെൻറിയുടെ പ്രശസ്തമായ ഈ ഉദ്ധരണിയെ ആസ്പദമാക്കിക്കൊണ്ട് ടൈം മാഗസിൻ ഒരിക്കൽ ഈ കവർ പുറത്തിറക്കി. ഇന്ത്യ ലിബർട്ടി ആൻഡ് ഡെത്ത് എന്നാണ് അവരതിന് പേര് കൊടുത്തത്. എൻ്റെ ചോദ്യം ഇതാണ്, ഏത് അവസരത്തിലാണ്? യെസ്, പറയൂ.
ഇന്ത്യ വിഭജന സമയത്ത്. നിങ്ങൾ എന്താണ് ഇതിൽ കാണുന്നത്? ഇന്ത്യയുടെ വിഭജനമാണോ? പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെയായി വിഭജിച്ച് കിടക്കുന്ന ഇന്ത്യയെയാണ് നിങ്ങൾ അവിടെ കാണുന്നത്. ടൈം മാഗസിൻ കാളിയുടെ രൂപത്തിൽ കൊടുത്തത്. ഇന്ത്യയെ സ്വയം കുത്തി മുറിവേൽപ്പിച്ചതാണ് ഇന്ത്യയുടെ വിഭജനം എന്ന് പറഞ്ഞിട്ടാണ് ടൈം മാഗസിൻ ഈ കവർ കൊടുത്തത് എന്നാണോ നിങ്ങൾ പറയുന്നത്? ആയിരിക്കും. അല്ല. അതെ, റൈറ്റ് ആൻസർ. 100 to കോട്ടയം this time. അവസാനത്തെ ചോദ്യം. Easy one, go for it. Yes. 1968. Team A, Nagul and Kiran. നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ്. നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് കൊടുക്കുന്നത് ആരാണ്? ബാങ്ക് ഓഫ് സ്വീഡൻ. അത് ബാങ്ക് ഓഫ് സ്വീഡൻ അല്ലേ? അത് സൂറിക്സ് ബാങ്ക്. അതാണോ സൂറിക്സ് ബാങ്ക്? അതാണ് സൂറിക്സ് ബാങ്ക്. റൈറ്റ് ആൻസർ. നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ്. 100 points to Team A. ടർബോ ചാർജ് ഇവിടെ അവസാനിക്കുന്നു. സ്കോർ നില എത്രയാന്നുള്ളത് അറിയാം. ടീം എ 300 points, ടീം ബി is 100 points, ടീം സി 100 points, ടീം ഡി ആക്ച്വലി സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. മൂവിംഗ് ഓൺ ടു സെക്കൻഡ് റൗണ്ട് വിച്ച് ഇസ് ഡിജിറ്റൽ ഫ്ലെക്സ്. ഉത്തരങ്ങൾ എൻ്റർ ചെയ്യേണ്ട റൗണ്ടാണ്. എൻ്റർ യുവർ ആൻസേഴ്സ്, നോ നെഗറ്റീവ്സ്. റൗണ്ട് 2, ക്വസ്റ്റ്യൻ നമ്പർ 1. ചിത്രത്തിൽ കാണുന്ന ട്രോഫിയുടെ പേരാണ്. ഈ ട്രോഫിയുടെ പേര് ഒരു റോമൻ ദേവതയുടെ പേരും ചേർത്താണ് എപ്പോഴും പറയാറ്. ഇത് പണ്ട് ഇംഗ്ലണ്ടിൽ വിക്ടോറിയൻ കാലഘട്ടത്തിൽ കൈ കഴുകുമ്പോഴൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. പിന്നീട് ഇതാണ് വളരെ പ്രശസ്തമായ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ വിന്നേഴ്സിന് കൊടുക്കുന്ന, വനിതാ വിഭാഗം വിന്നേഴ്സിന് കൊടുക്കുന്ന ട്രോഫി. ഏറ്റവും കൂടുതൽ തവണ കരസ്ഥമാക്കിയ വനിതയാണ് ചിത്രത്തിൽ കാണുന്ന മാർട്ടീന നവരറ്റിലോവ. 9 തവണയാണ് ഇവരിത് കരസ്ഥമാക്കിയത്. എൻ്റെ ചോദ്യം ഇതാണ്, ഇത് അറിയപ്പെടുന്നത് ഒരു റോമൻ ദേവതയുടെ പേരിലാണ്. നിങ്ങൾ ആ റോമൻ ദേവതയുടെ പേര് മാത്രം എഴുതിയാൽ മതി. Here it is. Your time starts now. വിംബിൾഡൺ വനിതാ വിഭാഗത്തിൽ ചാമ്പ്യന്മാർക്ക് കൊടുക്കുന്നതാണ് ഇത്. എല്ലാ ടീമുകളും എൻ്റർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം ഇവർ എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ ആദ്യം നോക്കാം. ടീം എ ആൻഡ് സി ആൻഡ് ഡി 3 ടീമുകളും എൻ്റർ ചെയ്തിരിക്കുന്നത് വീനസ് എന്നാണ്. ടീം ബി എൻ്റർ ചെയ്തിരിക്കുന്ന ഉത്തരം അഥീനയാണ്. ഈ ഡിഷിന്റെ പേര് വീനസ് റോസ് വാട്ടർ ഡിഷ് എന്നാണ്. സോ ദാറ്റ് ഈസ് എ 100 ടു ടീം എ, സി ആൻഡ് ഡി. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇദ്ദേഹത്തിന്റെ പ്രശസ്തനായ പാർട്ട്ണറെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ട്ണർ. സ്പോർട്സ് വെയർ ആയിരുന്നു ഞങ്ങളുടെ, സ്പോർട്സ് വെയറും സ്പോർട്സ് ഫുഡ്സും ആയിരുന്നു ഞങ്ങളുടെ മുഖ്യ ഉൽപ്പന്നങ്ങൾ. അതിനുശേഷം നമ്മൾ 2006 ആയപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ്, ഈ കേരളത്തിലെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ യൂണിഫോം എന്നുള്ള സെഗ്മെന്റിലേക്ക് മാറി. സോ ഇട്ടീര കാവങ്ങലിന്റെ പ്രശസ്തനായ ആ പാർട്ട്ണർ, ബോക്സർ അപ്പാരൽസ് ആരംഭിച്ച ആ പാർട്ട്ണർ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു കായിക താരം തന്നെയാണ്. ആരാണ്? എൻ്റർ യുവർ ആൻസേഴ്സ്, ടീം എ, ബി, സി ആൻഡ് ഡി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇനി നമുക്ക് 4 ടീമുകളും എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം. IM വിജയൻ എന്നാണ് ഭവൻസ് ഗിരിനഗർ എൻ്റർ ചെയ്ത ഉത്തരം. ജിമ്മി ജോർജ് എന്നാണ് ഇടുക്കി ടീം എൻ്റർ ചെയ്ത ഉത്തരം. കോട്ടയം ടീം എൻ്റർ ചെയ്തത് KC ലേഖ എന്നാണ്. വയനാട് ടീം എൻ്റർ ചെയ്തത് PR ശ്രീജേഷ് എന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പ്രശസ്തനായ കായിക താരങ്ങളിൽ ഒരാൾ ഇദ്ദേഹം തന്നെയാണ്. ദിസ് ഈസ് IM വിജയൻ. 200 എറണാകുളം ടീം. വി ആർ മൂവിംഗ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. ഇതൊരു അഡ്രസ്സാണ്. ന്യൂഡൽഹിയിലെ മാതാസുന്ദരി റെയിൽവേ കോളനിയിലുള്ള മാൻഡി ഹൗസിൽ ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾ കത്തയച്ചാൽ ആർക്കാണ് അത് ലഭിക്കുക? എനിക്കൊരു പദവിയുടെ പേര് മതി, ഒരു വ്യക്തിയുടെ പേര് വേണ്ട. പ്ലീസ് എൻ്റർ യുവർ ആൻസേഴ്സ്. പോക്കറ്റ് 9, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ മാർഗ്, മാതാസുന്ദരി റെയിൽവേ കോളനി, മാൻഡി ഹൗസ്, ന്യൂഡൽഹി. ഇതാണ് അഡ്രസ്. ഓൾ റൈറ്റ്, എൻഡഡ്. ടീമുകൾ എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്നാണ് എറണാകുളം ടീം എൻ്റർ ചെയ്തത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ് ഇടുക്കി ടീം എൻ്റർ ചെയ്തത്. പ്രൈം മിനിസ്റ്റർ എന്നാണ് കോട്ടയം ടീം എൻ്റർ ചെയ്തത്. പ്രസിഡന്റ് എന്നാണ് വയനാട് എൻ്റർ ചെയ്തത്. ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ കത്തയച്ചാൽ ആ കത്ത് ലഭിക്കുക ഇദ്ദേഹത്തിനാണ്. ദി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG. സോ 4 ടീമുകൾക്കും അത് പോയിന്റുകൾ ലഭിക്കുന്നില്ല. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. ഇതൊരു ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ ഇനി 2 പേർ മാത്രമേ ബാക്കിയുള്ളൂ.
ആ 2 പേർ ആരൊക്കെ എന്ന് ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. പീറ്റ് കൊണാർഡ് അവിടെ കാണാം, അലൻ ബീൻ ഉണ്ട്, അലൻ ഷെപ്പേർഡ് ഉണ്ട്, എഡ്ഗാർഡ് മിഷൽ ഉണ്ട്, ഡേവിഡ് സ്കോട്ട് ഉണ്ട്, ജെയിംസ് എർവിൻ ഉണ്ട്, ജോൺ യങ്, ചാർലി ഡ്യൂക്ക്, യൂജിൻ സെനാൻ, ഹാരിസൺ ഷ്മിറ്റ്. ഇതിന് ഓരോരുത്തരും നേരെ അവർക്കുള്ള പ്രത്യേകതകളും ഉണ്ട്. ആരാണ് മിസ്സായി പോയ ആ 2 പേർ? പ്ലീസ് എൻ്റർ യുവർ ആൻസേഴ്സ്. പെട്ടെന്ന് എൻ്റർ ചെയ്യണം. 2 പേരുകൾ എൻ്റർ ചെയ്യാനുണ്ട്. നിങ്ങൾ മുഴുവൻ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല, അവരെ അറിയപ്പെടുന്ന ഭാഗം എൻ്റർ ചെയ്താൽ മതി. ആൻഡ് വിൽ സീ യുവർ ആൻസേഴ്സ് ഫാസ്റ്റ്. എന്തൊക്കെ ഉത്തരങ്ങളാണ് ഇവർ എൻ്റർ ചെയ്തതെന്ന് നോക്കാം. നകുലും കിരണും എൻ്റർ ചെയ്തത് ബസ് ആൾഡ്രിനും നീലാം സ്ട്രോങ്ങും എന്നാണ്. മഹാലക്ഷ്മിയും അഭിരാമിയും എൻ്റർ ചെയ്തത് യൂറി ഗഗാറിൻ എന്ന് മാത്രമാണ്. കാർത്തികും ശരണും എൻ്റർ ചെയ്തത് നീലാം സ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ എന്നാണ്. അൻസഫും ആസിം ഇഷാനും എൻ്റർ ചെയ്തത് നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും എന്ന് തന്നെയാണ്. ഇത് എന്ത് ലിസ്റ്റാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? ചന്ദനിൽ കാലുകുത്തിയ ആളുകളുടെ ലിസ്റ്റ്. അവസാനമായി കാലുകുത്തിയത് യൂജിൻ സെർനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്ന് മിസ്സായത് നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും തന്നെയാണ്. കാരണം മൈക്കൽ കോളിൻസ് കാലുകുത്തിയിട്ടില്ല. 100 to ടീം എ, 100 to ടീം സി, 100 to ടീം ഡി. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടായ ഡിജിറ്റൽ ഫ്ലക്സ് ഇവിടെ സമാപിക്കുമ്പോൾ എന്തായാലും നമുക്ക് നിങ്ങളുടെ ഒരു സ്കോർ നില എത്രയാണെന്ന് അറിയാം. ടീം എ 700, ടീം ബി is 100 points, ടീം സി 300 points, ടീം ഡി 200 points. Moving on to our next round, which is Power Spike. 100 പോയിന്റുകൾക്ക് പകരം 150 പോയിന്റുകളാണ് ഓരോ ശരിയുത്തരത്തിനും ലഭിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. This person called Benjamin Kaufman Polk. 1916 ജനിച്ച ഇദ്ദേഹം 2001 മരിച്ചത്. അമേരിക്കൻ ഡിസൈനറും ആർക്കിടെക്റ്റുമായിരുന്നു ഇദ്ദേഹം ഇന്ത്യയിലും നേപ്പാളിലുമായി വളരെ പ്രശസ്തമായ പല കെട്ടിടങ്ങളും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേപ്പാളിന്റെ രാജാവിന്റെ ഔദ്യോഗിക വസതിയായ നാരായൺഹിതി പാലസ് ഡിസൈൻ ചെയ്തത് ഇദ്ദേഹമാണ്. യാങ്കൂണിലെ ത്രിപീഡിക ബുദ്ധിസ്റ്റ് ലൈബ്രറി ഏറെ പ്രശസ്തമായ ഡിസൈനാണ്, അതും ഇദ്ദേഹത്തിൻ്റെതാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രശസ്തമായ ബിൽഡിംഗ് ഇദ്ദേഹത്തിൻ്റെതാണ്. 1961 അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്ത ജാലിയൻവാലാബാഗ് സ്മാരകം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ജാലിയൻ വാലാബാഗ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ബെഞ്ചമിൻ പോൾക്ക് ജാലിയൻവാലാബാഗ് സ്മാരകം ഉണ്ടാക്കിയെന്ന് കേട്ടിട്ടുള്ള പോലെ. ബെഞ്ചമിൻ പോൾക്ക് ജാലിയൻ വാലാബാഗ് സ്മാരകം ഉണ്ടാക്കിയെന്ന് കേട്ടിട്ടുണ്ടോ നീ? Well done, you should get that. Question number 10. മോളി എന്ന് പറഞ്ഞ വനിതയാണ്. മോളി എന്ന് പറഞ്ഞ ഈ വനിതയുടെ ഭർത്താവിനെയാണ് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. മോളിയുടെ ഭർത്താവ് ആരാണ്? ടീം എ വർഗീസ് കുര്യൻ is the right answer. That is 150 to you. Question number 11. ഇത് എനിക്ക് വേണ്ട ഒരു മലയാളം പേരാണ്. ഹോഗ് പ്ലം എന്നും ജൂ പ്ലം എന്നൊക്കെ ഇതിനെ വിളിക്കുന്നു. സ്പോണ്ടിയാസ് ഡൾസിസ് എന്നാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. ഇതൊരു ഇക്വിറ്റോറിയൽ ട്രീ ആണെന്ന് പറയാറുണ്ട്. എഡിബിൾ ഫ്രൂട്ട് കണ്ടെയ്നിങ് എ ഫൈബ്രസ് പിറ്റ്. ഇതാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഇതിന്റെ റോ ഫോമിൽ നമ്മൾ ഉപയോഗിക്കാറ് അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ പല ഡിഷിലും ഒരു സോറിങ് ഏജന്റ് ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്, ഇത് ചേർക്കാറുണ്ട്. എന്താണ് ഇത്? മലയാളം വാക്കാണ് എനിക്ക് ഇത്തവണ വേണ്ടത്. യെസ്, ടീം ഡി വയനാട്. അമ്പഴങ്ങ. ഈ ആനവായിൽ അമ്പഴങ്ങ എന്നൊക്കെ പറയുന്ന ആ അമ്പഴങ്ങ ഇതാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ആണ്. റൈറ്റ് ആൻസർ. 150. യു ഡിസേർവ് ദാറ്റ്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. ഇവർ രണ്ടുപേരും ഈ കമ്പനിയിലെ പഴയ എംപ്ലോയീസ് ആയിരുന്നു. ഇവർ രണ്ടുപേരും പിന്നെ മൂന്നാമതൊരു വ്യക്തിയും ചേർന്ന് ആരംഭിച്ചത് എന്ത്? ടീം എ എന്താണ്? സ്പേസ് എക്സ്. എന്താണ് സ്പേസ് എക്സ് പറയാൻ കാരണം? കോ ഫൗണ്ടറായിട്ട് ഇലോൺ മസ്ക് പേപ്പാലിനുണ്ട്. ഓ, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അത് വേറെ റൂട്ടായിരുന്നു. ദാറ്റ്സ് എ -100 ടു യു. സ്പേസ് എക്സ് അല്ല. ഇവരുടെ പേരുകൾ ഞാൻ പറയാം. ഇത് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ചാഡ് ഹേർലിയും സ്റ്റീവ് ചെന്നുമാണ്. ഓൺ ദി ബസർ ടീം സി. ആൻസർ യൂട്യൂബ് സ്ഥാപിച്ചത് ആരാണ്? ജാവേദ് കരീം എന്ന് പറഞ്ഞ ആളാണ് യൂട്യൂബ് സ്ഥാപിച്ചത്. ഇത് ചാഡ് ഹേർലിയും സ്റ്റീവ് ചെന്നുമാണ്. ജാവേദ് കരീം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. റൈറ്റ് ആൻസർ. യൂട്യൂബ്. 150 ടു കോട്ടയം. പവർ സ്പൈക്ക് ഇവിടെ കഴിയുന്നു. അത് ശരിക്കും ഒരു പവർ സ്പൈക്ക് ചെയ്ത റൗണ്ട് ആയിരുന്നു. ഞാൻ സ്കോർ നില പറയാം. ടീം എ 750 points, ടീം ബി is 100 points,
Team C 600 points. Team D 350 points. Last and final round, which is connect the dot. 3 ക്ലൂസിലാണ് ഉത്തരങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ക്ലൂവിൽ ഐഡന്റിഫൈ ചെയ്താൽ 250 പോയിന്റ് 250 പോയിന്റ്സ്. പക്ഷെ തെറ്റിപ്പോയാൽ -150. രണ്ടാമത്തെ ക്ലൂവിലാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് 150 പോയിന്റുകൾ ലഭിക്കും, തെറ്റിപ്പോയാൽ -100. ഇനി മൂന്നാമത്തെ ക്ലൂവിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ 100 പോയിന്റുകൾ ലഭിക്കും, തെറ്റിയാൽ -50. Here we go. ലണ്ടൻ മെട്രോ എന്നറിയപ്പെടുന്ന സെൻട്രൽ ട്യൂബ് റെയിൽവേയും അതിൽ ഒരു വ്യക്തി യാത്ര ചെയ്ത റൂട്ടുമാണ്. ഡോവറിൽ നിന്നും ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കാണാൻ ലണ്ടനിലേക്ക് യാത്ര ചെയ്ത ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. എനിക്ക് വ്യക്തിയുടെ പേരല്ല വേണ്ടത്, പുസ്തകത്തിന്റെ പേരാണ്. Wow, on the buzzer, they are going for 250, taking huge risk because they are leading now. നിങ്ങളിപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറൗണ്ട് ദ വേൾഡ് ഇൻ 80 days. എന്താണ് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ? അത് പുള്ളി ഫുൾ ട്രാവൽ ചെയ്തിട്ട് അവസാനം തിരിച്ച് ലണ്ടനിലോട്ടേക്ക് ബെറ്റിന് വേണ്ടി തിരിച്ച് ട്രെയിനിലോട്ടേക്ക് പോകണം. യു നോ യുവർ ലിറ്ററേച്ചർ വെൽ. പക്ഷേ അറൗണ്ട് ദ വേൾഡ് ഇൻ 80 days അല്ല, ദാറ്റ് ഈസ് ഷൂൾസ് വേൺ അല്ലെ. ഇത് മറ്റൊരു ട്രാക്കാണ്. രണ്ടാമത്തെ ക്ലൂ ഇതാണ്. ചിത്രത്തിൽ കാണുന്ന വില്യം റൊത്തൻസ്റ്റീനെ കാണാനാണ് ഇദ്ദേഹം ട്രെയിനിൽ പോയത്. ഇദ്ദേഹം ട്രെയിനിൽ പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകൻ ഈ പ്രശസ്ത കൃതി ആ ട്രെയിനിൽ വെച്ച് മറന്നു. വയനാട് ടീം 150 പോയിന്റുകൾക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഏതാണ് നമുക്ക് വേണ്ട ആ കൃതി? ഷെർലക് ഹോംസ് ആൻഡ് സീരീസ്. മകനോടൊപ്പം യാത്ര ചെയ്ത ഇദ്ദേഹം ആരാണ്? ആർതർ കോനൻ ഡോയൽ. ആർതർ കോനൻ ഡോയൽ. അഗെയിൻ നല്ല ഉത്തരമാണ്, നല്ലൊരു ഇൻഫർമേഷൻ ആണ്. പക്ഷേ ഇത് അതിന്റെ ഉത്തരമല്ല. സോ ദാറ്റ് ഈസ് എ -100 ടു ടീം വയനാട്. ഈ ക്ലൂവിൽ തന്നെ കാണാം നിങ്ങൾക്ക് അവിടെ ഇദ്ദേഹത്തിന്റെ മകൻ അവിടെ വെച്ച് മറന്നുപോയ ഈ കൃതി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നഷ്ടപ്പെട്ടു എന്ന്. അത് അദ്ദേഹം പറഞ്ഞു, മകനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അതൊന്ന് ലോസ് പ്രോപ്പർട്ടി ഓഫീസ്, ഇത്തരം സാധനങ്ങൾ കണ്ടെത്തുന്ന ഓഫീസിൽ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം മകൻ പോയി ഈ കൃതി അവിടെ കണ്ടെത്തി എന്നാണ് പറഞ്ഞത്. മകൻ പിന്നീട് പല ഇന്റർവ്യൂകളിലും പറഞ്ഞു, എന്റെ ശ്വാസം നേരെ വീണത് അപ്പോഴാണ്, ഇതെങ്ങാനും നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരു നൊബേൽ സമ്മാനം തന്നെ നഷ്ടപ്പെട്ടേനെ. അതാണ് അടുത്ത ക്ലൂ. യെസ്, ക്ലൂ നമ്പർ 3 ജംഗിൾ ബുക്ക്. ജംഗിൾ ബുക്ക് നൊബേൽ സമ്മാനം നേടിയ കൃതിയാണെന്നാണ് ഇടുക്കി ഐഡന്റിഫൈ ചെയ്തത്. പക്ഷേ ഇത് ജംഗിൾ ബുക്ക് അല്ല. ദാറ്റ്സ് എ -50. ആൻഡ് വയനാട് ഓൺ ദ ബസസ്. ആനിമൽ ഫാം. ആനിമൽ ഫാം. ഓ ഹെൻറിയുടെ ആനിമൽ ഫാം അല്ല. ദാറ്റ് ഇസ് എ -50 ടു വയനാട്. ഇനി ഞാൻ ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയുടെ പേര് പറയാം. ഇദ്ദേഹമാണ് ആ കൃതിക്ക് അവതാരിക എഴുതിയത്. ഇദ്ദേഹത്തിന്റെ പേര് വില്യം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് നിങ്ങളുടെ ഉത്തരം? ഗീതാഞ്ജലി. ഗീതാഞ്ജലിക്ക് അവതാരിക എഴുതിയത് വില്യം ആണോ? WB യീറ്റ്സ് ആണ്. ഇതാണോ WB യീറ്റ്സ്? നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ഇദ്ദേഹമാണോ വില്യം ബട്ട്ലർ യീറ്റ്സ്? അതെ, റൈറ്റ് ആൻസർ. 100. 14ാമത്തെ ചോദ്യം. പണ്ട് കാലത്ത് റോമാക്കാർ ചില പ്രത്യേക സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമാണ്. ഈ പാത്രത്തിന്റെ പേരിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന്റെ ഈ ഭാഗത്തിന് ആ പേര് ലഭിച്ചത്. ടീം ഡി വയനാട് 250 പോയിന്റിന് വേണ്ടി ശ്രമിക്കുന്നു. അസെറ്റാബുലം. ദാറ്റ്സ് എ -150. ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലൂയിലേക്ക് പോകേണ്ടതുണ്ട്. രണ്ടാമത്തെ ക്ലൂ ഇതാണ്. അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ആരും പോകുന്നില്ല, നമുക്ക് അവസാനത്തെ ക്ലൂയിലേക്ക് പോവാം. അവസാനത്തെ ക്ലൂ ഇതാണ്, 100 പോയിന്റുകൾക്കായിട്ടുള്ള ക്ലൂ. വേൾഡ് ക്യൂസിൻ, ഇറ്റ്സ് എക്സ്റ്റെൻസീവ്ലി യൂസ്. ലോകം മുഴുവൻ പല ഡിഷുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് വന്നത്. സോർ വൈൻ എന്നാണ് ഇതിന്റെ പേര്. എന്താണ് ആ വാക്ക്? വിനെഗർ. എന്ത് ആസിഡാണത്? അസറ്റിക് ആസിഡ്. അതാണ് എനിക്ക് വേണ്ടത്. വിനാഗിരിയായിരുന്നു. പക്ഷേ 100 കോട്ടയം. 15ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇതൊരു ഫാമിലി ഫോട്ടോ ആണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയുമാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. അത്രയും പ്രശസ്തനായ ഒരു മലയാളിയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ ക്ലൂ ഇതാണ്. രണ്ടാമത്തെ ക്ലൂവിലേക്ക് നമ്മൾ പോകുന്നു. ഇദ്ദേഹത്തിനെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററാണ്. 1923 എക്സാമിനർ ആവാൻ ഇദ്ദേഹത്തെ വിളിക്കുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ് ഇത്. ആലുവയിൽ ഒരു ബിസിനസ് സ്ഥാപനം നടത്തിയിരുന്ന, എന്നാൽ മറ്റൊരു മേഖലയിൽ പ്രശസ്തനായ വയനാട്. യെസ്, ആരാണ് ഇദ്ദേഹം? കുമാരനാശാൻ. ബിസിനസ് വെഞ്ചർ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു ആ ബിസിനസ് വെഞ്ചർ?
ഓട്ട് കമ്പനി. ടൈൽ ഫാക്ടറി. ടൈൽ ഫാക്ടറി. കുമാരനാശ തന്നെയായിരുന്നു നമുക്ക് വേണ്ടത്. 150 പോയിന്റ്. അവസാനത്തെ ചോദ്യം. എനിക്ക് വേണ്ട വ്യക്തി ഒരു ഇന്ത്യക്കാരനാണ്. ഇദ്ദേഹം റെയിൽവേ ഗാർഡായിരുന്നു, പിന്നീട് ക്ലർക്കായിരുന്നു. ഇദ്ദേഹം റെയിൽവേ ഗാർഡിന്റെ ജോലി ഉപേക്ഷിച്ച് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അന്ന് അദ്ദേഹം മിലിറ്ററി ട്രെയിനിങ്ങും ഹോഴ്സ് റൈഡിങ്ങും ചരിത്രവും കൃഷിയും ഒക്കെ പരിശീലിപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ നിക് നെയിമായിട്ട് കോട്ടൺ എന്ന പേരും ഉണ്ട്. കൃഷി ഇനങ്ങളും പല ഇനങ്ങളും പ്രോത്സാഹിപ്പിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഓൺ ദി ബസർ ടീം എ ആരാണ് ഇദ്ദേഹം? MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ ആണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. ദാറ്റ് വാസ് എ ഗുഡ് ആൻസർ ബട്ട് നോട്ട് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് എ -150. രണ്ടാമത്തെ ക്ലൂ, കംബോഡിയ കോട്ടൺ എന്ന ഈ കോട്ടൺ പേറ്റന്റ് എടുത്തതും ഇദ്ദേഹമാണ്. ഹി ഈസ് നോൺ ആസ് ദി ഡിസൈനർ ഓഫ് സംതിങ്. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തി. യെസ്, എറണാകുളം. ഞാൻ അതിലേക്ക് കടന്നേനെ, നിങ്ങൾ 1 സെക്കൻഡ് കൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ. യെസ്, പിങ്കാളി വെങ്കയ്യ. ഡിസൈനർ ഓഫ് ഇന്ത്യൻ ഫ്ലാഗ്. റൈറ്റ് ആൻസർ. ദിസ് ഈസ് പിങ്കളി വെങ്കയ്യ. ഈ ക്വിസിലെ 4 റൗണ്ടുകളും സമാപിക്കുമ്പോൾ ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കുന്ന ടീം ആര് എന്ന് പറയേണ്ടത് ഡയാനയാണ്. സ്കോർ നില എത്രയാന്നുള്ളത് അനൗൺസ് ചെയ്യാം. ടീം എ 600, ടീം ബി is 50 points, ടീം സി 800 points, ടീം ഡി 200 points. Our special guest is Parvati Gopakumar, the assistant collector, Ernakulam. Despite losing her right hand in a childhood accident, she cleared the UPSC Civil Service exam with remarkable determination and is celebrated as a symbol of resilience and grit. നമ്മുടെ അടുത്ത വിശിഷ്ടാതിഥി ഡോക്ടർ CS ജയരാമൻ സർ ആണ്. He is the professor at the Department of Visual Media and Communication, School of Arts, Humanities and Commerce, അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്നേഹാദരം രണ്ടുപേർക്കും നൽകണം എന്നാണ് ഒരാഗ്രഹം. അതിനായിട്ട് അമൃത TVയുടെ ക്രിയേറ്റീവ് ഹെഡായ ശ്രീമതി സിന്ധു മോഹൻ മാഡത്തിനെ ക്ഷണിക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികളെക്കുറിച്ചുള്ള ഒരു ക്രിറ്റിസിസം ആണല്ലോ അവർക്ക്, ജനറൽ അവയർനെസ് കുറവാണെന്ന്. പക്ഷെ എത്ര ഭംഗിയായിട്ട് ഈ കുട്ടികൾ മത്സരിച്ചു. എത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എത്ര ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ഏറ്റവും എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്തു, അതിൽ പങ്കെടുത്തു. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും കാണാൻ കഴിഞ്ഞാലും വളരെയധികം സന്തോഷം. താങ്ക് യു. കുട്ടികളെല്ലാം വളരെ അമേസിംഗ് ആയിട്ടുള്ള രീതിയിൽ അവർ റെസ്പോണ്ട് ചെയ്തു. താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. സമ്മാനം ഏറ്റുവാങ്ങുവാനായിട്ട് ക്ഷണിക്കുന്നു ഇടുക്കി സെന്റ് തോമസ് EMHSS അട്ടപ്പാലത്തിൽ നിന്നും മഹാലക്ഷ്മി G and അഭിരാമി TR. ക്യാഷ് പ്രൈസ് വർത്ത് 5,000 rupees. വയനാട് GHSS പെരിക്കല്ലൂർ നിന്നും അൻസാഫ് അമാൻ ആൻഡ് അസീം ഇഷാൻ. ക്യാഷ് പ്രൈസ് വർത്ത് 5,000 rupees. ടീം ഭവൻസ് ഗിരിനഗർ നകുൽ AR and കിരൺ തോമസ് ടൈസൺ. ഫൈനലിസ്റ്റായി നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നു. We have Karthik P and Sharon Kennedy from Emmanuel's HSS കോതനല്ലൂർ കോട്ടയം. ഗംഭീരമായ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. Until then, stay positive and Q positive.